ഹലോ, ഇന്ന് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ ട്രെൻഡിങ് ആയിക്കൊണ്ട് നിൽക്കുന്ന ബോഗൺവില്ലേ ഫെസ്റ്റ് കാണാൻ വന്നതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ അടുത്താണ്. എയർപോർട്ട് ഗാർഡൻ എന്നാണ് നമ്മുടെ ഈ ഗാർഡൻ്റെ പേര്. ഇത് ആക്ച്വലി ഫെസ്റ്റ് ആണെങ്കിലും ഇത് ബോഗൺവില്ലേക്ക് ഒരു ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്തിട്ടുള്ളൊരു ഗാർഡനാണ് ആക്ച്വലി. ഇവിടെ കൂടുതലും 90% ബോഗൺവില്ലയാണ്. പിന്നെ കുറച്ച് മാംഗോ അങ്ങനത്തെ കുറച്ച് ട്രീസിൻ്റെതും പിന്നെ ചെറിയ ചെറിയ പ്ലാന്റ്സൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ എന്നാലും മെജോറിറ്റി ബോഗൺവില്ലയാണ്. നല്ല ഭംഗിയുള്ള കടലാസ് പൂക്കളാണ്. നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ എല്ലാ കളേഴ്സും ഉണ്ട്. അവർ ഹാങ് ചെയ്തിട്ടും കടലാസ് പൂക്കൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാം. പിന്നെ നമ്മുടെ കയ്യിലില്ലാത്ത ഏതെങ്കിലും വെറൈറ്റീസ് ഉള്ളവർക്കൊക്കെ പോയിട്ട് വാങ്ങിക്കാവുന്നതാണ്. എനിക്ക് തോന്നുന്നു വലിയ പ്ലാന്റുകൾ അവിടെ ഉണ്ട്. അതിൻ്റെ ഒരു പുറത്തുനിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്തതായതുകൊണ്ടാണോ എന്നറിയില്ല. അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. 1200 1400 പ്ലാന്റ്സ് ഉണ്ട്. പക്ഷെ അതുപോലെ തന്നെ 50 രൂപയ്ക്ക് 100 രൂപയ്ക്കൊക്കെ ഉള്ള കട്ടിങ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് നമുക്ക് വാങ്ങിക്കാം. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. എല്ലാ കളേഴ്സും ഉണ്ടെന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് കാണാമല്ലോ ഈ വീഡിയോയിൽ തന്നെ എന്ത് ഭംഗിയാണ് കാണാനെന്നുള്ളത്. പിന്നെ നമ്മളൊരു ഈവനിങ് ഒക്കെ ഒരു ടൈമിൽ പോവുകയാണ് ഏറ്റവും നല്ലത്. ഞങ്ങൾ പോയത് നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് എനിക്കുള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ല രീതിയിൽ നമുക്ക് വീഡിയോ കിട്ടി. വീഡിയോ എന്താ വെച്ചാൽ എൻ്റെ ക്യാമറയൊന്നും നല്ല അടിപൊളി ക്യാമറയല്ല. അപ്പം നമുക്ക് വെയിലിൻ്റെ ഒരു ലൈറ്റിംഗ് ഉള്ളതുകൊണ്ട് നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റി. ഈവനിങ് ഒക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് നേരം കൂടെ അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. മറ്റത് നമുക്ക് ഭയങ്കര വെയിലായതുകൊണ്ട് ഞാനിങ്ങനെ ഓടി നടന്ന് വീഡിയോ എടുത്തിട്ട് പുറത്തേക്ക് വരികയാണ് ചെയ്തത്. പിന്നെ നമ്മളൊരു 1-2 കളേഴ്സ് വാങ്ങിച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാം. ചെറിയ കട്ടിങ്സാണ് വാങ്ങിച്ചത്. പിന്നെ ഒരുപാട് കളക്ഷൻ ഉള്ളവർക്ക് അവരുടെ കയ്യിൽ ഇല്ലാത്ത 1-2 അങ്ങനത്തെ കുറച്ച് കളക്ഷനൊക്കെ മിസ്സിങ് ഉള്ളവർക്കൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് കേട്ടോ. അതെവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും. ഇപ്പം എൻ്റെ കയ്യിൽ ബോഗൺവില്ല അങ്ങനെ ഒരുപാട് കളക്ഷനൊന്നുമില്ല. കളേഴ്സ് ഉണ്ട്, പക്ഷേ ഒരു 3-4 കളേഴ്സ് ഉണ്ട് എന്നല്ലാണ്ട് അതിൽ തന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് വെറൈറ്റി ഒന്നും ഇല്ല. പക്ഷെ അങ്ങനെ ഒരുപാട് കളക്ഷൻ ഉള്ളവർക്ക് ഏതെങ്കിലും കുറച്ച് മിസ്സിങ് ഉള്ളവർക്ക് അതൊക്കെ ശരിക്കൊന്ന് ഫില്ല് ചെയ്യണം എന്നൊക്കെ ഉള്ളവർക്ക് നല്ല അടിപൊളിയായിട്ട് വാങ്ങിക്കാം. പിന്നെ അതുപോലെ തന്നെ പുതിയതായിട്ട് താമസിച്ച് അവർക്ക് പെട്ടെന്ന് തന്നെ ഈ ബോഗൺവില്ല ഗാർഡൻ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കൊണ്ടുപോയി വെച്ചാലും മതി. കാരണം വലിയ വലിയ പോട്ടുകളും ഉണ്ട്. നമ്മൾ ആ ഒരു റേറ്റ് നോക്കിയിട്ട് കാര്യമില്ല, കാരണം ആ ഒരു ക്വാളിറ്റി ഉണ്ട് അതിന്. അതുകൊണ്ടാണ് ആ ഒരു പ്രൈസ് വരുന്നത്. വലിയ പ്ലാന്റുകളാണ്. പിന്നെ പ്രത്യേകിച്ച് ഒരു മെയിൻ്റനൻസും ഇല്ല. നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്താൽ മതി. നമ്മളിപ്പം അത്രയും ഫെർട്ടിലൈസേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്യുമ്പോൾ മേ ബി അത്ര തന്നെ കോസ്റ്റ് ആവും. അതുകൊണ്ട് എനിക്കിങ്ങനെ ഒരു ഭയങ്കര കോസ്റ്റ്ലിയാണെന്ന് പറയാനൊന്നുമില്ല. പക്ഷേ സംഭവം നല്ല അടിപൊളിയാണ്. നല്ല വലിയ ബ്രാൻഡുകൾ തന്നെയാണ്. അതുകൊണ്ടാണ് ആ പ്രൈസ്. ചെറിയ ബ്രാൻഡുകൾക്ക് റേറ്റ് കുറവാണ്. ഇത് ഇവർ തന്നെ ഇവിടെ ബഡ് ചെയ്തെടുത്തതും അങ്ങനത്തെ കുറേ കോമ്പിനേഷൻസൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ പറ്റിയത്. ഡീറ്റെയിൽഡായിട്ട് അറിയില്ല. ഞാനും ഒരു ജസ്റ്റ് ഒന്ന് പോയി കണ്ടതിൽ എൻ്റെ ഒരു റിവ്യൂ പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലാണ്ട് നമുക്കിതൊരു പ്രൊമോഷൻ വീഡിയോയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് നന്നായിട്ട് അറിയുന്ന ആരോ ഒന്നും അല്ല. ജസ്റ്റ് പോയി കണ്ടു, നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോയി കാണാം. പ്രത്യേകിച്ച് എൻട്രി ഫീ ഒന്നുമില്ല. കാരണം അതൊരു നോർമൽ ഗാർഡനാണ്. ആ നോർമൽ ഗാർഡനിൽ അവർ ബോഗൺവില്ല ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അവരങ്ങനെ ഒരു ബോഗൺവില്ല എന്ന് ഫെസ്റ്റ് എന്നൊരു പേരിട്ടു എന്നേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കൊരു ഹൈപ്പ് കിട്ടി. നമ്മളൊക്കെ ഇൻസ്റ്റഗ്രാമിൽ കാണാൻ പറ്റിയല്ലോ, അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം. ഇങ്ങനെയാണ് എൻട്രൻസ് വരുന്നത്. ഇവിടെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. മോസ്റ്റ്ലി റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ. നമുക്കങ്ങനെ വഴിതെറ്റി പോകുന്ന ഇഷ്യൂസ് ഒന്നുമില്ല. കറക്റ്റ് ലൊക്കേഷൻ മാപ്പ് എത്തുന്ന ഡെസ്റ്റിനേഷനാണ്. നമുക്ക് അവിടുന്ന് വാങ്ങിക്കാം. പിന്നെ അവിടുന്ന് അതുപോലെ തന്നെ അവരെത്തിക്കുകയും ചെയ്യുന്നുണ്ട്, അവർ ഡെലിവറി ചെയ്യുന്നുമുണ്ട്. പക്ഷേ നമുക്കിപ്പം അവിടെ അടുത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ അത് ഫീസിബിൾ ആയിരിക്കും. ദൂരെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ അന്വേഷിച്ചിട്ടില്ല. താല്പര്യമുള്ളവർ വാങ്ങിക്കാം. അല്ലാത്തവർ ജസ്റ്റ് ഒന്ന് പോയി കണ്ടോളൂ. നല്ല ഭംഗിയാണ് കാണാൻ. നമുക്ക് അടുത്ത് തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പം എനിക്ക് തോന്നുന്നു റെയിനി സീസൺ ആയാലും എന്തായാലും ഈ ഒരു സമ്മറിൽ ഈ ഒരു ഭംഗി കാണുള്ളൂ. ബോഗൺവില്ല അങ്ങനെയാണല്ലോ. റെയിനി സീസൺ ആയാലും എന്തായാലും എത്ര മെയിൻ്റനൻസ് ഉണ്ടെങ്കിലും ഫ്ലവേഴ്സൊക്കെ കൊഴിയും. പിന്നെ ഓപ്പൺ സ്പേസാണ്. അതുകൊണ്ട് പോകാൻ താല്പര്യമുള്ളവർ ഒരു ഈവനിങ് ടൈമിലൊക്കെ പോകാം കേട്ടോ. ഈ കാണുന്നൊരു ഏരിയ മാത്രമേ ഉള്ളൂ. ഇത് കൂടുതലൊന്നുമില്ല. അങ്ങനെ ഒരുപാട് പ്രതീക്ഷിച്ചൊന്നും പോകരുത്. ഈ കാണുന്ന ഒരുപാട് ഫ്ലവേഴ്സ് അടുക്കി വെച്ചാലുണ്ടാകുന്ന ആ ഒരു ഭംഗി, ആ ഒരു ഫീല്, അത് ശരിക്കും ഫീൽ ചെയ്യണമെങ്കിൽ ഒരു മോർണിംഗ് അല്ലെങ്കിൽ ഒരു ഈവനിങ് പോവാം. ഉച്ച സമയത്ത് ആരും പോകരുത്. ഞാൻ ഉച്ച സമയത്താണ് പോയത്. നല്ല വെയിലായിരുന്നു. നല്ല വെയിലെന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ നോക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ടാണ്. പിന്നെ നല്ല ഭംഗിയാണ്. ഫോട്ടോസ് എടുക്കണമെങ്കിൽ ഫോട്ടോസ് എടുക്കാം, വീഡിയോസ് എടുക്കണമെങ്കിൽ വീഡിയോസ് എടുക്കാം, സെൽഫി എല്ലാം എടുക്കാം. അങ്ങനത്തെ ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നും